ഹലോ, ഹോബി ഹെഡ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു 3 കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിതൊരു ബ്ലൂബെറി കേക്കാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഫില്ലിംഗ് എല്ലാം കൊടുത്തിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ആഡ് ചെയ്ത ഒരു കേക്കായിരുന്നു ഇത് കേട്ടോ. അപ്പോൾ നല്ല ഈ ഒരു കേക്കിനെ നമ്മൾ ഒരു റൗണ്ട് ഷേപ്പിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റായി തണുത്തതിന് ശേഷം ഇതിനെ നമ്മൾ ബട്ടർഫ്ലൈ ആ ഒരു ഷേപ്പിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേക്കിനെ ഇങ്ങനെ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബട്ടർഫ്ലൈ കേക്ക് നേരത്തെയും ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഡെക്കറേഷൻ ഈ ഒരു രീതിയിലല്ല കേട്ടോ. കംപ്ലീറ്റ് റോസെറ്റ് വെച്ചിട്ടായിരുന്നു ആ ഒരു കേക്ക് ചെയ്തത്. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ ക്രീം എല്ലാം കുറച്ചിട്ട് അങ്ങനെ ചെയ്തൊരു കേക്കായിരുന്നു. അപ്പോൾ ഇത് കംപ്ലീറ്റ് സൈഡിലൊക്കെ ഇങ്ങനെ പാലറ്റ് നൈഫ് ഡിസൈനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് സൈഡിലൊക്കെ ഒരു പർപ്പിൾ ഷെയ്ഡിലാണ് നമ്മളിത് ഫിനിഷ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഫിനിഷ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ഇങ്ങനെ ക്രീം ആക്കിയിട്ട് പാലറ്റ് നൈഫ് ഡിസൈൻ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പർപ്പിൾ ക്രീമിലോട്ട് കുറച്ചൊരു പിങ്ക് ഷെയ്ഡ് ആഡ് ചെയ്തിട്ട് വേറെ കുറച്ചൊരു ലൈറ്റ് കളറാക്കിയിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മൾ സെക്കൻഡ് ലെയർ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കളറാണിത്. അപ്പോൾ അതും അത്യാവശ്യം നന്നായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സസ് ആയിട്ട് വരുന്ന ക്രീം എല്ലാം ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഡിസൈനിൽ ഈ ഒരു കേക്ക് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. സെൻറ്റർ പോർഷനിലായിട്ട് നമ്മൾ ആ ബട്ടർഫ്ലൈൻ്റെ ആ ഒരു ബോഡി ഉണ്ടല്ലോ, അതുണ്ടാക്കിയിട്ട് അത് വൈറ്റ് ക്രീമിൽ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഷുഗർ ബോൾസ് വെച്ചിട്ട് അതിൻ്റെ ഐസും കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കേക്കിൻ്റെ വിങ്സിലൊക്കെ ആയിട്ട് നമ്മൾ ചെറിയ ഷുഗർ ബോൾസ്, റെഡ് കളർ ഷുഗർ ബോൾസ് വെച്ചിട്ട് ഇങ്ങനെ ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഇതിൽ നമ്മൾ കേക്കിൽ വെക്കുന്ന ആ ഒരു ടോപ്പറില്ലേ, ബട്ടർഫ്ലൈൻ്റെ ടോപ്പർ, അത് ഇത്തിരി വലിയൊരു സൈസ് എടുത്തിട്ട് അതിനെ കട്ട് ചെയ്തിട്ടാണ് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഞാൻ ഇങ്ങനെ വെച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2 ലെയറായിട്ട് അതിങ്ങനെ നിൽക്കും. നല്ലൊരു പ്രത്യേക ഭംഗിയായിരുന്നു ആ ഒരു കേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അടുത്തതൊരു ബട്ടർ സ്കോച്ച് കേക്കായിരുന്നു. അത് കാരമൽ ഫില്ലിംഗ് എല്ലാം വെച്ചിട്ട് ചെയ്തൊരു കേക്കായിരുന്നു കേട്ടോ. അത് നോർമലി അത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, നോർമൽ രീതിയിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തൊരു കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു കേക്ക് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മുടെ ഒരു സ്ക്വയർ കേക്കായിരുന്നു. 2 കിലോ വരുന്ന ഒരു ചോക്ലേറ്റ് കേക്കായിരുന്നു കേട്ടോ. അതും അത്യാവശ്യം നല്ല ഫില്ലിംഗ് എല്ലാം കൊടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്തൊരു കേക്കായിരുന്നു. ഇത് 4 കുട്ടികളുടെ ബർത്ത്ഡേക്ക് അവർ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്ന ഒരു കേക്കിൻ്റെ ഓർഡർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു ഫോട്ടോ പ്രിൻറ്റ് കേക്കാണ്. അവരുടെ ഫോട്ടോ എല്ലാം വെച്ചിട്ട് ചെയ്തെടുത്ത ഒരു കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രിൻ്റൊക്കെ ഞാൻ തലേ ദിവസം റെഡിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതിൻ്റെ ചോക്ലേറ്റ് കേക്കാണ്. അതിൻ്റെ ടോപ്പിലെല്ലാം ചോക്ലേറ്റ് ഗണാശ വെച്ചിട്ട് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ആ ഫോട്ടോ പ്രിൻറ്റ് ഇതിനകത്ത് വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അത് ഒളിച്ചെടുക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ക്ലൈമറ്റിൻ്റെ കുഴപ്പമാണോ എന്തോ, അതിൽ നിന്ന് ഒരു വിധത്തിൽ അത് എടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല പ്രിൻ്റ്. ഒടുവിൽ ഒരുപാട് ഇച്ചിരിയൊക്കെ ബുദ്ധിമുട്ടിയിട്ടാണ് അതൊന്ന് ഇളകി വന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടെൻഷനിൽ ബാക്കി വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ. വീണ്ടും കാണുന്നത് വരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണേ.